നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പാനിഷ് ഫുട്ബോളിനെ പിന്തുടരുന്ന എല്ലാവരുടെയും ശ്രദ്ധ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൗദിയിലാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാന മത്സരങ്ങൾ അവിടെ നടന്നു. ഇന്നലെ എല്ലാവരുടെയും ശ്രദ്ധ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിലാണ്. എൽ ക്ലാസിക്കോ പോരാട്ടം. ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തകർത്ത് തരിപ്പണമാക്കി കിരീടം ചൂടി. പക്ഷേ ആ സമയത്ത് ഒരു കളി കുറച്ചായിരുന്നല്ലോ ഇതുവരെ അത്ലറ്റിക്കോ കളിച്ചിരുന്നത്. ആ സമയത്ത് കിട്ടിയ അവസരത്തിൽ അവർക്ക് ആ ബാക്കിയുള്ള കളി ഷെഡ്യൂൾ ചെയ്തിരുന്നു. ആ കളി അവർ വിജയിച്ചു. ലാലിഗയിലെ 1-ാം സ്ഥാനം അവർ പിടിച്ചടക്കിയിട്ടുണ്ട്. യെസ്, ഹൂലിയൻ അൽവാരസ് തന്നെ ഗോളടിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിനു ശേഷം മിന്നും പ്രകടനമാണ് അർജന്റീൻ സൂപ്പർ താരം നടത്തുന്നത്. ഹൂലിയൻ അൽവാരസിൻ്റെ ഒറ്റ ഗോളിന് ഒസാസുനയെ പരാജയപ്പെടുത്തിയതോടുകൂടി ലാലിഗയുടെ പോയിൻ്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്. 19 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന് 19 കളികളിൽ നിന്ന് 44 പോയിൻ്റ് 1-ാം സ്ഥാനം. റയൽ മാഡ്രിഡ് 19 കളികൾ 43 പോയിൻ്റ് 2-ാം സ്ഥാനം. കട്ടക്കാണെന്നർത്ഥം. അതേസമയം ബാഴ്സയുടെ കാര്യം ഇത്തിരി പരിതാപകരമാണ്. 19 കളികളിൽ നിന്ന് 38 പോയിൻ്റാണുള്ളത്. 1-ാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ 6 പോയിൻ്റ് പുറകിലാണ് ബാഴ്സ. രണ്ടാമതുള്ള റയലിനേക്കാൾ 5 പോയിൻ്റ് പുറകിലാണ് ബാഴ്സ. ബാഴ്സ ഇപ്പോഴുള്ളത് 3-ാം സ്ഥാനത്താണ്. ലാലിഗയിൽ അവർ പാടുപെടുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സൂപ്പർ കോപ്പ ഡി എസ്പാനയിലെ ഈ വിജയം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും. അതവർക്ക് പോരാടാനുള്ള വീര്യം നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. എന്തായാലും ഇതാ അത്ലറ്റിക്കോ മാഡ്രിഡ് കിട്ടിയ അവസരം മുതലെടുത്തു. ലാലിഗയിൽ 1-ാം സ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.